Here is a poem written by the famous American poet Oliver Wendell Holmes. It is about the farmer's life, hard work and living. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫാർമർ, നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കൂടുതൽ ഫാമേഴ്സ് അല്ലെങ്കിൽ ഫാമിങ്, അഗ്രികൾച്ചർ അതുമായി റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് അത്രയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവിതയും നമുക്കിവിടെ പഠിക്കാനുള്ള ഈ ഒരു കവിതയും നമുക്ക് ഈ ഒരു ഒരു ഫാർമറിനെ കുറിച്ചുള്ള കവിത അല്ലെങ്കിൽ ഫാർമറിന്റെ ലൈഫ്, പുള്ളിക്കാരന്റെ ഹാർഡ് വർക്കിംഗ്, അതിനെല്ലാം കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ദ പ്ലഗ്മാൻ. ദ പ്ലഗ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ മീനിങ്? പ്ലഗ്മാൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. എന്താ അറിയില്ല? ഓക്കെ, ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല. എന്ന് വെച്ചാൽ ഉഴവുകാരൻ, അതായത് കർഷകൻ. ആരാണോ ഉഴുതു മറിക്കുന്നത് അവൻ പ്ലഗ്മാൻ, അതായത് ഉഴവുകാരൻ അല്ലെങ്കിൽ കർഷകൻ എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അപ്പൊ നമുക്ക് ആ പടത്ത് വെറും 8 വരിയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിത. These are the hands those sturdy labor brings. അപ്പൊ the peasant's foot, the golden pomp of kings. This is the page whose letters shall be seen, charged by the sun to words of living green. അപ്പൊ ഇത് നമുക്ക് ഈ കവിത നോക്കാം. These are the hands whose sturdy labor brings. സ്റ്റഡി എന്ന് പറയുന്നത് ബലിഷ്ഠമായ അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഉഴവുകാരൻ അല്ലെങ്കിൽ ഈ ഒരു കർഷകന്റെ ഹാർഡ് വർക്ക്, അതിനെയാണ് ഈ ഒരു കവിതയിൽ അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വരി, ഇത്രയും ബലിഷ്ഠമായ അല്ലെങ്കിൽ ഇത്രയും ശക്തിയുള്ള കൈകളാണ് ഈ കർഷകന് ഉള്ളത്. അല്ല എങ്കിൽ ദ പെർസൺസ് ഫുഡ് ദ ഗോൾഡൻ പോംബ് ഓഫ് കിങ്. അപ്പോ ഈ നമ്മുടെ പാവപ്പെട്ടവന്റെ ആഹാരം ഉണ്ടാക്കാനായാലും രാജാവിനുള്ള പട്ടുമെത്ത അല്ലെങ്കിൽ സ്വർണ്ണ വർണ്ണത്തിലുള്ള ആ ഒരു പട്ടുമെത്ത ഇത് പോംബ്, അതായത് നല്ല ഗാംഭീര്യമുള്ള അല്ലെ അദ്ദേഹത്തിനുള്ള വസ്ത്രങ്ങൾ നെയ്യാനായാലും എന്തിനായാലും ഈ പെസന്റ്, ഈ ഇത്രയും ബലവാനായ ഈ ഒരു കർഷകനാണ് ഉള്ളത്. This is the page whose letter shall be seen. അപ്പോൾ this is the page എന്ന് ഇവിടെ പറയുന്നത് മണ്ണാകുന്ന അല്ലെങ്കിൽ ഇതൊരു ബുക്കാണെങ്കിൽ ഇതിന് നമ്മൾ ബുക്കായിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ അതിലുള്ള ലെറ്റേഴ്സ് ആണ് ഈ ഒരു വിത്തുകൾ. അപ്പോൾ ഈ ഒരു പേജില് ഈ ഒരു കൃഷിയിടത്ത് ഈ വിത്തുകൾ വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ ഒരു പേജിൽ നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്നത് പോലെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഈ ഒരു നിലത്ത് ഈ ഒരു വിത്ത് പാകുമ്പോൾ. ചേഞ്ച്ഡ് ബൈ ദ സൺ ടുവേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. അതായത് അപ്പോ ഈ സൺ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കാലം. അപ്പൊ ഓരോ സീസൺ വൈസ് ആയിട്ട് നമ്മുടെ സൂര്യൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതിന് വെളിച്ചം കിട്ടും, അതിന് ചൂട് കിട്ടും, അതിന്റെ വളർച്ചയ്ക്ക് സാധിക്കും. അപ്പോ അതിന്റെ ആ ഒരു പച്ചപ്പ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ലിവിങ് ഗ്രീൻ അല്ലെങ്കിൽ ജീവിപ്പിക്കുന്ന ആ ഒരു പച്ചപ്പ് കിട്ടാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സൂര്യൻ ആണ്. അപ്പോ ഈ 4 വരിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ കർഷകന്റെ ഈ ഒരു ബലിഷ്ഠമായ കരങ്ങളാണ് നമ്മുടെ സാധാരണക്കാരന്റെയും അല്ലെങ്കിൽ രാജാക്കന്മാരുടെയും അവരുടെ ആ ഒരു ഗാംഭീര്യത്തിന് വരെ കാരണം, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ആഹാരത്തിനും ഈ രാജാവിന്റെ ഗാംഭീര്യത്തിനുമുള്ള കാരണം എന്ന് പറയുന്നത് പെസൻസ് ആണ്. അപ്പോ ഈ ഉഴുതുമറിച്ച മണ്ണാകുന്ന ഈ ഒരു പേജുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എന്ന് കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഓരോ താളുകളില് നമ്മൾ ഇടുന്ന ഓരോ വിത്തുകൾ, അതാണ് ലെറ്റേഴ്സ്. ഈ പേജിൽ നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്നത് പോലെ ഇതില് നമ്മൾ ഇടുന്ന ധാന്യങ്ങൾ അല്ലെങ്കിൽ ഗ്രെയിൻസ്, നമുക്ക് എന്തിനു വേണ്ടിയിട്ട് അവിടെ നിന്ന് മുളപ്പിച്ച് കിട്ടാനുള്ള വിത്തുകൾ,
അത് സൂര്യൻ ജീവിപ്പിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ ജീവിപ്പിച്ച് അതിനെ ഒരു പച്ചപ്പ് വിളവുകളാക്കി, അല്ലെങ്കിൽ ലിവിങ് ഗ്രീൻ, അതായത് നല്ല പച്ചപ്പുള്ള വിളവുകളാക്കി നമുക്ക് നൽകുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. No, sir. This is the scholar whose immortal pen spells the first lesson hunger taught to men. These are the lines that heaven commanded toil, shows on his deed the charter of the soil. ഇവിടെ പറയുന്നത്, this is a scholar whose immortal pen spells the first lesson hunger taught to men. അപ്പോ വിശപ്പ് മനുഷ്യനെ പഠിപ്പിച്ച ആദ്യത്തെ പാഠങ്ങള് തെറ്റാതെ എഴുതുന്ന ഒരു അനശ്വരമായ, അല്ലെങ്കിൽ ഒരിക്കലും മരിക്കാത്ത ഒരു തൂലികയുടെ ഉടമസ്ഥനാണ് കർഷകൻ. അതായത് ഇവിടെ ഈ വിശപ്പ് എന്നത്, അല്ലെങ്കിൽ വിശപ്പ് എന്നത് നമ്മളെ പഠിപ്പിച്ചു എന്ത്? കൃഷി ചെയ്യാനും കൃഷി ചെയ്യിപ്പിക്കാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു. അത് ആരാ പഠിപ്പിച്ചത്? എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ദ സ്കോളേഴ്സ് ഇമ്മോർട്ടൽ പെൻ, അതായത് ഇമ്മോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമില്ലാത്ത തൂലിക, അതായത് ആ ഒരു അറിവ് മനുഷ്യനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു. ദീസ് ആർ ദ ലയൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ. ടോയിൽ മീൻസ് കഷ്ടപ്പാട്. ഇവിടെ ഈ ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ സ്വർഗം ഈ ഒരു ഹെവൻ ഈ ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു കർഷകന്റെ, അല്ലെങ്കിൽ ഈ കർഷകന്റെ അധ്വാനം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കൃഷിയിടത്തെ നോക്കി പറയുകയാണ്, ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ചാർട്ടർ ഓഫ് ദ സോയിൽ. അധ്വാനിക്കൂ എന്ന് നമ്മുടെ മണ്ണ് പറയുകയാണ്, അല്ലെങ്കിൽ മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ അധ്വാനിക്കൂ. ഡീഡ് മീൻസ് പ്രവൃത്തി. അപ്പോ ഈ എന്ത് ചെയ്യണമെന്നാ നമ്മൾ, അപ്പോ ഈ മണ്ണില് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇത് എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോ നമ്മൾ അധ്വാനിക്കാനായിട്ടാണ് നമ്മുടെ ഈ ഒരു കവിത പറയുന്നത്. അപ്പോ ഇവിടെ ചാർട്ടർ ഓഫ് ദ സോയിൽ. അപ്പൊ ചാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രേഖ, ഒരു ഡോക്യുമെന്റ്, ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക രേഖയാണ് നമ്മൾ ചാർട്ടർ എന്ന് പറയുന്നത്. ചാർട്ടർ ഓഫ് ദ സോയിൽ എന്താ? അധ്വാനിക്കൂ, വി ഷുഡ് വർക്ക്. അതാണ് നമ്മുടെ ഈ ഒരു സോയിൽ, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് കൊണ്ട് പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ഒരു കവിത. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. No. എല്ലാരും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചേ. ആ പടം കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഒരു എന്താ പറയാൻ, വെറുതെ എന്തോ ഒരു ഇരുണ്ട ഒരു ഇതില് നോക്കി പഠിപ്പിക്കുന്ന ഒരു ഫീൽ. അതുകൊണ്ട് നിങ്ങളത് വീഡിയോ ഓണാക്കി വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കവിതയില് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? അപ്പൊ ഇത് തന്നെയാണ് ഈ ഒരു കവിത. ഒലിവർ വെൻഡൽ ഹോംസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എഴുതിയിട്ടുള്ളത്. ഹി വാസ് എൻ അമേരിക്കൻ ഫിസിഷ്യൻ, poet, professor, lecturer, and author based in Boston. A member of the Fireside Poets, his piece acclaimed him as one of the best writers of the day. His most famous prose works are the Breakfast Table series, which began with Autocrat of the Breakfast Table. He was also an important medical reformer. അപ്പോൾ പണ്ട് തൊട്ട് ഇതൊരു ഏത് സമയത്താ നമ്മുടെ 18th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ് പഴയ കാലത്ത്. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള പുള്ളിക്കാരന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സീരീസ് എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരൻ ഇതിന്റെ ഒരു റിഫോർമേഷനും ഇതിനു വേണ്ടിയിട്ടും ഒക്കെ സഹായിച്ച ഒരു ആളാണ് നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത്, അമേരിക്കൻ പോയറ്റ്. ആക്ടിവിറ്റി നോക്കാം. A poet turns letters and words into various styles to frame lines of a poem. Likewise, a farmer turns seeds to crops. Which line give you this idea?
അപ്പോ നമുക്കിവിടെ മനസ്സിലാക്കാം ഒരു പോയറ്റിന് ഒരു ലെറ്റേഴ്സും വേർഡ്സും പല രീതിയിൽ ഉപയോഗിച്ച് അതിനൊരു നല്ലൊരു കവിതയാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫാർമറിന് സീഡിനെ അല്ലെങ്കിൽ വിത്തുകളെ നല്ലൊരു കൃഷിയിടമാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നല്ല വിളവെടുപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏത് ലൈനാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ഇതിൽ പങ്കുവെക്കുന്നത്? ഈ കവിതയിൽ ഏത് ലൈനാണ് അത്തരത്തിലുള്ള ആശയം പങ്കുവെക്കുന്നത്? സാർ ഒന്നും കൂടെ പറയോ? അതായത് എടാ, ഒരു എ പോയറ്റ് ടേൺസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ഇൻടു വേരിയസ് സ്റ്റൈൽസ് ടു ഫ്രെയിം ലൈൻസ് ഓഫ് എ പോയം. അപ്പോൾ ഒരു കവിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും അല്ലെങ്കിൽ എഴുത്തും എല്ലാം തന്നെ, അല്ലെ അക്ഷരങ്ങളും എല്ലാം തന്നെ പല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു കവിത ഉണ്ടാകുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കവിതയിലെ പല വരികളും ഉണ്ടാകുവാനായിട്ട് സാധിക്കും. ലൈക്വൈസ് അതുപോലെ തന്നെ ഫാർമർ ടേൺ സീഡ്സ് ടു ക്രോപ്സ്. ഒരു ഫാർമറിന് ഒരു സീഡിനെ, ഒരു വിത്തിനെ നല്ലൊരു വിളവാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒരു ഐഡിയ നമ്മുടെ ഈ ഒരു കവിതയിൽ എവിടെയോ തരുന്നുണ്ട്. ആ ലൈനുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഏതാണ്? മൂന്നാമത്തെ വരി. ഇതോ? മൂന്നാമത്തെ നാലാമത്തെ. This is the page whose letter is changed by the sun to words of living grace. Right. In this poem, the poet considers both farming and writing as creative work. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഫാമിങ്ങും അതുപോലെ എഴുത്തും, കാര്യം എഴുത്തുമായിട്ടല്ലേ വേർഡ്സും അതുപോലുള്ളതൊക്കെ റിലേറ്റ് ചെയ്താണ് പുള്ളിക്കാരൻ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു ഫാമിങ്ങും റൈറ്റിങ്ങും ഒരു ക്രിയേറ്റീവ് വർക്കായിട്ടാണ് പുള്ളിക്കാരൻ കാണുന്നത്. Let's examine how the poet compares these two activities. Study the following table and fill in the missing parts using the hints given in the bracket. ഈ പോയറ്റ് ലെറ്റേഴ്സും അതുപോലെ തന്നെ ഫാർമർ ആണെങ്കിൽ അഗ്രികൾച്ചറൽ ടേംസും. അപ്പൊ അത്തരത്തില് ഈ ഒരു ഇതിനെ ഇത് ഫില്ല് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോ ഫസ്റ്റ് വൺ പോയറ്റ് ഫാർമർ. അപ്പൊ ഫാർമറിന്റെ ഫസ്റ്റ് ഫീൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫീൽഡിന് പകരം നമ്മുടെ കവിതയിൽ വേറൊരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അടുത്ത ലെറ്റേഴ്സിന് പകരം സീഡ്സ് ആണോ അതോ സീഡ്സ് ആണോ? സീഡ്സ്, റൈറ്റ്. അത് ഏതിനാ വരുന്നേ? വേർഡ്സിനാണ് ക്രോപ്സ് വരുന്നത്. ഓക്കെ. എടാ അവിടെ വേർഡ്സ് ആണെങ്കിൽ ഏതാ വരിക? ഏതാ വരുന്നേ? ഇനി അടുത്ത ഫാമിംഗ് ടൂൾ, പെൻ. right. Okay. Activity 3. Pick out pair of rhyming words from the poem. നിങ്ങൾക്ക് rhyming words എന്താണെന്ന് അറിയാം. അപ്പോ ഈ കവിതയിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് എടുത്ത് എഴുതുക. ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ഉണ്ട്? ഞാൻ ചോദിക്കുന്ന ആള് പറയുക. ചോദിക്കുന്ന ആള് ദിയ, റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? Green, green. Penman. Toil.
soil, soil. അപ്പോ ഇതാണ് ഇതിലുള്ള റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എഴുതുക. We are aware of the importance of agriculture. Why can't we celebrate Chingam First as a Farmers' Day in our school? To make the program colorful, what preparations are to be made? Prepare a letter of invitation for the farmers. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഈ അഗ്രികൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിങ്ങം 1 ഫാർമേഴ്സ് ഡേ ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് ആഘോഷിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ ഇത് ആഘോഷിക്കുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഫസ്റ്റ്, ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു സ്കൂൾ. പറഞ്ഞോ ഗൗരി. ക്ലാസ് കട്ടായി പോയി സാർ, ഇപ്പൊ പറഞ്ഞതൊന്നും കൂടെ പറഞ്ഞു. അതായത് ഈ ആക്ടിവിറ്റിയെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ചിങ്ങം 1 നമ്മുടെ ഫാമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സ്കൂളിൽ ആഘോഷിക്കാന്ന് വെക്കുക. സ്കൂളിൽ ഒരു ആഘോഷം നടത്തുക. അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രാം നല്ല സൂപ്പർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഒരെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്, ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു ദ സ്കൂൾ. അതില് ഫാമേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു ഒന്നാമത്. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൊറേ ചെടി, കൊറേ കൾട്ടിവേഷൻ, അതായത് നമുക്ക് കൊറേ ഓരോന്ന് നട്ടുപിടിപ്പിക്കാൻ. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോഗ്രാം നടത്തണം. എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? പറയ് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളൊരു പ്രോഗ്രാം നടത്തണം. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രിപ്പയറിംഗ് നോട്ടീസ്. എന്താ? പ്രിപ്പയറിംഗ് നോട്ടീസ്. ഓക്കെ. നമ്മള് ഇത് നോട്ടീസ് ഒക്കെ നമ്മള് പ്രിപ്പയർ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. ഓക്കെ, preparing notice or invitation ഡെക്കറേഷൻസ്. ഓക്കെ, ഡെക്കറേഷൻസ്. ഈ അറേഞ്ച്മെന്റ് പ്രോഗ്രാംസിൽ നമുക്കത് ഉൾപ്പെടുത്താം. അറേഞ്ച്മെന്റ് പ്രോഗ്രാംസ്, ഡെക്കറേഷൻ. ഓക്കെ, വേറെ പിന്നെ നമ്മള് ഇത് എന്ത് ചെയ്യണം? ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണം. ഡേറ്റ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, വേറെ പ്രിപ്പയറിംഗ് എ പ്രോഗ്രാം. ഓക്കെ, അത് നമുക്ക് അറേഞ്ചിങ് പ്രോഗ്രാമിൽ വരും. അറേഞ്ച്മെന്റ് പ്രോഗ്രാംസ്, ഡെക്കറേഷൻ, അതിലാണ് അതിന്റെ അണ്ടറിലെ ഡെക്കറേഷൻസും അതെല്ലാം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ വേറെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഗസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? നമുക്ക് ഫാർമേഴ്സിനെ മാത്രം വിളിച്ചാൽ മതിയോ? അവരെ ആദരിക്കാൻ വേണ്ടി ഒരു വേറെ ഗസ്റ്റ് ചെയ്യണോ വേണ്ടേ? Inviting guest. Okay. Yeah. അപ്പൊ ഇതേപോലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഉള്ള ചോദ്യം എന്ന് പറയുന്നത്, now prepare a letter of invitation for the farmers. അപ്പോ നമ്മൾ ഫാർമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലെറ്റർ തയ്യാറാക്കണം. നിങ്ങൾക്ക് നാളെ അല്ലേ നിങ്ങളുടെ എക്സാം, ഇംഗ്ലീഷ് എക്സാം? അപ്പൊ നാളെ ഒരു ലെറ്റർ റൈറ്റിംഗ് ഒക്കെ കാണും. ഓക്കെ, അപ്പോ ഇതെങ്ങനെ എഴുതും?
ഇവിടെ നമ്മൾ നമ്മുടെ ഫാമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ കൊടുക്കും. എന്ത് ചെയ്യും? പറയ് ലെറ്ററിന്റെ ഫോർമാറ്റ് എന്താ? ഡേറ്റ്, അഡ്രസ്. നമ്മള് ഒരു ഫോർമൽ ലെറ്റർ ആണെന്ന് വെക്കുക. ഫോർമൽ ലെറ്റർ എന്ന് വെക്കുക, സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതല്ലേ. അപ്പൊ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ലെറ്റർ ഫോർമൽ ആയിട്ടാണ് കൊടുക്കുന്നത് വെക്കുക. കാര്യം ഇതിന് ഇതായതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്ററിന്റെ ഫോർമാറ്റ് എന്താ അറിയാമോ? പ്ലേസ്, അഡ്രസ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒഫീഷ്യൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റ് തന്നിട്ടുണ്ടോ? ലീവ് ലെറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ലീവ് ലെറ്ററിന് ഫോർമാറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സെയിം ഫോർമാറ്റ് അതെല്ലാം എന്ന് പറയുന്ന ഒഫീഷ്യൽ ലെറ്ററിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് ആണ്. അത് ഓർമ്മയുണ്ടോ? എന്താ ഫോർമാറ്റ്? എന്താ ഫോർമാറ്റ്? എന്താ ഫോർമാറ്റ് പറയേ? പറഞ്ഞോ? ഓക്കെ. എടാ നിങ്ങൾക്ക് രണ്ടായിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, ഫോർമാറ്റ് വേറെ ആരും നടത്തല്ലേ. ഫസ്റ്റ് ഫ്രം. എവിടെന്നാ നമ്മൾ ഈ ലെറ്റർ അയക്കുന്നേ? അപ്പൊ സ്കൂളിന്റെ ഒഫീഷ്യൽ ആരാണ്? ഫ്രം. ഇപ്പോ ഒരാളുടെ പേര്, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് അയക്കുന്നതെന്ന് വെക്കുക. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? അപ്പൊ സൂസൻ ടീച്ചർ. അപ്പൊ അല്ലെ, ഓക്കെ ഓക്കെ, സൂസൻ ടീച്ചർ, ഫാദർ ഫിലിപ്പ്, HSS നെല്ലിക്കാട്. ഓക്കെ, നിങ്ങൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട് പേടിക്കണ്ട, ഇത് ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? പറയും. ഇത് എഴുതി എടുക്കണോ? ഫോർമാറ്റ് വേണമെങ്കിൽ എഴുതിയെടുത്തു. നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഉപകാരപ്പെടും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫോർമാറ്റ് ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തെന്താ എഴുതേണ്ടേ? അനുജ വീഡിയോ ഓണാക്കി വെച്ചേ. അടുത്തെന്താ എഴുതേണ്ടേ? പറയ്. ദിയ വീഡിയോ കുറച്ചു പേരല്ലേ ഉള്ളൂ. അടുത്തെന്താ എഴുതും? പറയ്. അന്ന് പഠിച്ചതാണ്. സബ്ജക്റ്റോ? ആർക്കൊന്നും ഒന്നും വേണ്ടേ? ആർക്കാ? അപ്പോ ഇത് വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കാറ്റിൽ ഇങ്ങനെ പറത്തി വിട്ടാ മതിയോ? അവിടെ എത്തോ? ആർക്കുന്ന അവസാനോ? ഡേറ്റ് ഇവിടെ അടുത്ത് ഇപ്പൊ ആൽഫിൻ അതിലേക്ക് ഞാൻ വരാം. അപ്പോ ഇതില് ഫ്രം എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡേറ്റ് കൊടുക്കുക. ഫ്രം അഡ്രസ്സിന്റെ കൂടെ തന്നെ ഡേറ്റ് കൊടുക്കുക. അപ്പോ ഡേറ്റ്
ഡേറ്റ് ഇപ്പോ ഇന്നത്തെ ഡേറ്റ് എത്ര 26 ഫെബ്രുവരി 2021. നിങ്ങൾ ഡേറ്റ് എഴുതുമ്പോൾ ഈ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. അതായത് ഇപ്പോ 27 ഫെബ് 2021 അല്ല എങ്കിൽ 31 മാർച്ച് 2020 അല്ല എങ്കിൽ അതുപോലെ തന്നെ 22 മെയ് 2019. അപ്പോ ഈ ഒരു ഫോർമാറ്റില് 22 അടുത്ത മന്ത് അടുത്ത ഇത് ഇതാണ് ഒരു ഒഫീഷ്യൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ഇത് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോ ഇനി അടുത്ത് എന്തെഴുതും? ഫ്രം എഴുതി. ഫ്രം എഴുതിട്ട് പ്ലേസോ? നമ്മൾ ഫ്രം എന്ന് പറയാ ഇപ്പൊ ആ പ്ലേസ് ഡേറ്റ് ആ ഫോർമാറ്റ് അങ്ങ് മറന്നു കളയും. ആന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്ന സംഭവം പ്ലേസ് ഡേറ്റ് ആണ്. പക്ഷെ ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാ. പ്ലേസും ഡേറ്റിനും പകരം നമ്മൾ ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇതാ. അടുത്ത് നമ്മൾ ടു അഡ്രസ് എഴുതുക. ആർക്കാണ് അയക്കേണ്ടത്? ആർക്കാ അയക്കേണ്ടത്? ഫാർമർ. അപ്പോ ഒരു ഫാർമറിന്റെ പേര് സജീവ് എന്ന് പറയുന്ന ഫാർമർ. പുള്ളിക്കാരന്റെ അഡ്രസ് അറിയാമെങ്കിൽ അത്. അപ്പൊ നമ്മളെ ഉറപ്പായിട്ടും കുറെ ലിസ്റ്റ് എടുക്കുമായിരിക്കുമല്ലോ. ആ ഫാർമറിന്റെ ഒക്കെ കുറെ ലിസ്റ്റ് എടുക്കുമായിരിക്കുമല്ലോ. ഇന്ന ഫാർമേഴ്സിനെയൊക്കെ വിളിക്കണം, ഇന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ സജീവ് പുള്ളിക്കാരന്റെ അഡ്രസ് എഴുതുക. ഹൗസ് നമ്പർ 2201 XYZ റോഡ് നെല്ലിക്കാട്. ജസ്റ്റ് അപ്പൊ അത് ഇവിടെയാണ് എഴുതേണ്ടത്. ഇവിടെ ഇതിന്റെ കൂടെയാണ് എഴുതേണ്ടത്. ഇവിടെ എഴുതേണ്ടത്. എനിക്കിവിടെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ, ഞാൻ ഫോണിലാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ എഴുതിയത്. അപ്പോ അവിടെ അഡ്രസ് വ്യക്തമായിട്ട് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഫ്രം അഡ്രസ്സായി ടു അഡ്രസ്സായി. സബ്ജക്റ്റ് എഴുതുക. അടുത്ത ലൈനിൽ സബ്ജക്റ്റ്. അടുത്തത് SUB എന്ന് മാത്രം. എന്താണ് സബ്ജക്റ്റ്? എന്നിട്ട് 2 കുത്തു കൊടുക്കുക, കോളൻ കൊടുക്കുക. എന്നിട്ട് എന്താ സബ്ജക്റ്റ്? എന്താ ഇവിടുത്തെ സബ്ജക്റ്റ്? എന്താ എന്താ സബ്ജക്റ്റ്? എന്താ ചെയ്യാൻ പോണേ പിള്ളേരെ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ജസ്റ്റ് നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കും? അടുത്തെന്ത് കൊടുക്കും? അടുത്തെന്തെഴുതും നമ്മള്? ഇവിടെയാണ് ഇത് എഴുതേണ്ടത്. ഇവിടെ എഴുതേണ്ടത് സബ്ജക്റ്റിന്റെ ആ ഒറ്റ ലൈനിൽ തന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് എഴുതുക. താഴെയല്ല, ആ ഒറ്റ ലൈൻ. എനിക്ക് ഇവിടെ എഴുതാനായിട്ട് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അല്ലെ ഞാനത് കംപ്ലീറ്റ് മായ്ക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെഴുതും? പറയ്. അടുത്ത ഡിയർ സജീവ്, എന്നിട്ട് നമ്മൾ കാര്യം എഴുതുക. We have
we have decided to conduct the program. We have decided to celebrate Chingam first as Farmers Day. എന്ന് പറഞ്ഞൊരു സെന്റൻസിലൊക്കെ തുടങ്ങാം. So we have decided to conduct a program. We have decided to conduct a program on Chingam first as Farmers Day. ആൽഫിനെ കേൾക്കാൻ പറ്റുന്നില്ലടാ? അപ്പോ ഇത് ഇത്രയും നമ്മൾ ഫോർമാറ്റ് മനസ്സിലായല്ലോ. ഞാൻ ഈ ഫോർമാറ്റ് നിങ്ങളോട് പഠിപ്പിച്ചത് ഇതൊരു ഒഫീഷ്യൽ ഫോർമാറ്റ് ആണ്. നമുക്ക് ഫാമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ഫോർമാറ്റ് ആയാലും മതി. ആ ഒരു ഫോർമാറ്റിലാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളത് ആ ഒരു ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല എങ്കിൽ നമ്മുടെ നോർമൽ ഫ്രണ്ട്ലി ലെറ്റർ പോലെ പ്ലേസും ഡേറ്റും ഇട്ടിട്ട് ഡിയർ സജീവ് അല്ലെങ്കിൽ ഡിയർ ഫാർമർ വി ഹാവ് ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞാൽ അത് മതി. പക്ഷെ എന്നാലും നിങ്ങൾ ഒഫീഷ്യൽ ലെറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ആ ഒരു ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഫോർമാറ്റിൽ ഇത് എഴുതാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ് നിങ്ങൾ പ്ലേസും ഡേറ്റും ഇട്ടിട്ട് ഈ ഒരു ലെറ്ററിന് പ്ലേസും ഡേറ്റും ഇട്ടതിന് ശേഷം ഡിയർ സജീവ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിയർ ഫാർമർ വി ഹാവ് ഡിസൈഡഡ് എന്ന് പറഞ്ഞ് എഴുതിയാലും അത് തെറ്റല്ല, ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആ ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെടുത്തിപ്പോ ഇത് പറഞ്ഞു, ഈ ഒരു ഫോർമാറ്റ് പറഞ്ഞു കേട്ടോ. ഓക്കെ ആണോ? അപ്പോ എന്നിട്ട് എന്തെഴുതും? We have decided to celebrate Chingam first as Farmers Day. പിന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. എങ്ങനെ ഇൻവൈറ്റ് ചെയ്യും? എന്തൊക്കെ പറയും നമ്മൾ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ. ഓൺ ചിങ്ങം ഫസ്റ്റ്, ഓൺ ഡേ അല്ലേടാ. അപ്പോ ഓൺ ചിങ്ങം ഫസ്റ്റ്. അല്ല എങ്കിൽ ചിങ്ങം ഫസ്റ്റ് ആസ് ഫാമേഴ്സ് ഡേ. ഞാനൊരു ഫോർമാറ്റ് ഇപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതില്. ഇവിടെ പോയി ടെക്സ്റ്റ് ബുക്ക് ഇവിടെ പോയി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ടൈപ്പ് ചെയ്യാവേ. ഇപ്പോ ഞാൻ ആ ലെറ്ററിന്റെ ആ ഒരു ഇത് മാറ്റർ മാത്രം ഞാനിപ്പോ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് ജസ്റ്റ് മാറ്റർ മാത്രം. ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങളവിടെ എഴുതണം. ഫ്രം അഡ്രസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എളുപ്പത്തിന് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ്, ഇപ്പൊ പ്ലേസ് ഡേറ്റ് ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. എന്നിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ പ്ലേസ് ഡേറ്റ് ആണെങ്കിൽ എനിക്ക് ടൈപ്പിംഗ് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യായിരുന്നു. പ്ലേസ് ഡേറ്റ് ഡിയർ ഫാർമർ ഓർ ഫാർമറിന്റെ പേര്, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് എഴുതാം.
lovingly. ആരാണോ എഴുതുന്നത് അയാളുടെ പേര്. ഇവിടെ ആരാ എഴുതുന്നേ? ഇപ്പൊ ക്ലാസ് ടീച്ചർ. അപ്പൊ അതിപ്പോ ക്ലാസ് ടീച്ചർ, പക്ഷെ ഇതിപ്പോ നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ. ഇപ്പൊ സ്റ്റുഡൻസ് ഓഫ് സ്റ്റാൻഡേർഡ് 6 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് അറിയാം. ഞാൻ അതിന്റെ ഫോണ്ട് മാറ്റത്തില്ല. എടാ ഇതൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സാർ. സാർ നോട്ടായിട്ട് അയച്ചു തരുമോ? PDF ആയിട്ട്. ഞാനിത് അയച്ചു തരും. എന്തോടാ ഇപ്പോഴോ? ഇതിപ്പോ അയച്ചു തരാം. ഇതിന് വലിയ താമസമൊന്നും വേണ്ട. ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഓൺലൈൻ അയച്ചു തരാം. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് we have decided to celebrate Chingam First as Farmers Day. On this occasion, we would like to appreciate the hard work, perseverance and determination of the farmers who feed the world. അപ്പോ ഈ ദിവസം നമ്മള് ഇത് എല്ലാ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് നല്ല ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഇതിന്റെ എന്നിട്ട് we know that you are cultivating different crops and vegetables in your field. നിങ്ങളുടെ ഈ ഇതില് ഫീൽഡില് ധാരാളം പച്ചക്കറികളും അല്ലെങ്കിൽ ക്രോപ്സും എല്ലാം വിളവെടുക്കുന്നുണ്ട്. we are eager to know the ways and methods that you follow in. നിങ്ങൾ എങ്ങനെയാണ് ഫാമിംഗ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. So we are very glad to invite you to participate in this function and share your experience of farming with us. അപ്പോൾ എന്നിട്ട് ഇതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ പറയാൻ വേണ്ടിയിട്ട് ആണ് ഇത് എഴുതുന്നത്. അപ്പോ ഇതാണ് അതിന്റെ ഒരു മാറ്റർ എന്ന് പറയുന്നത്. കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടൊരു ലെറ്റർ തയ്യാറാക്കിയാൽ മതി. ഞാൻ ആ ഫോർമാറ്റ് പറഞ്ഞ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് മാത്രം ആ ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ. അതായത് നാളത്തെ എക്സാമിന് ഒരു ഒഫീഷ്യൽ ലെറ്റർ കാണും. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം. അപ്പൊ ഇത്രയും എന്താ ഡൗട്ട് ഉണ്ടോ? അങ്ങനെ നമ്മൾ ഈ ഒരു യൂണിറ്റ് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് അപ്പോ എടാ നിങ്ങൾക്ക് അയക്കേണ്ടത് ഇത് തൊട്ടല്ലേ അയക്കേണ്ടത്? 29. പിന്നെ ഇതിന്റെ ബാക്കിലുള്ള മീനിങ്സ് നിങ്ങൾ പഠിച്ചോളണേ. ഏതാടാ? എടാ ഈ ചാപ്റ്ററിന്റെ ബാക്കിലുള്ള ഈ ഒരു മീനിങ്സ് ഉണ്ടല്ലോ, ആർഗ്യൂ, സീസ്, ചാർട്ടർ, കോൺ, കോവറ്റ്. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ കാണാതെ പഠിക്കുക. ഇത്രയും മീനിങ്സ് നിങ്ങൾ ടോട്ടലി പഠിച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും പഠിക്കണം. പക്ഷെ ഇത്രയും മീനിങ്സ് പഠിക്കണം. ഇതിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യാൻ തരും. ഈ വാക്കുകളൊക്കെ നിങ്ങൾ സിമ്പിൾ വാക്കുകൾ യൂസ് ചെയ്ത് നിങ്ങൾ ഇതിലുള്ള വാക്കുകളൊക്കെ പഠിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും മാർക്ക് കുറയുകയാണെങ്കിൽ ആ മാർക്ക് ഞാൻ ഇതിൽ നിന്ന് കൂട്ടിയിട്ട് തരും. പക്ഷെ ഈ വാക്കുകൾ യൂസ് ചെയ്യണം. അപ്പോ അതാണ്
ഈ ഒരു യൂണിറ്റ് എന്ന് പറയും. നമുക്കപ്പോ എക്സാമിന് പറഞ്ഞിട്ടുള്ള ഇതിന് മുമ്പത്തെ യൂണിറ്റ് അല്ലേ? യൂണിറ്റ് നമ്പർ 3.